നമസ്കാരം. മൈ ആസ്ട്രോവിന്നിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 സെപ്റ്റംബർ 7 ഞായറാഴ്ച മുതൽ 2027 സെപ്റ്റംബർ 13 ശനിയാഴ്ച ഒരാഴ്ചത്തെ കാലത്തെ സമ്പൂർണ്ണ വാരഫലമാണ് ഇന്നത്തെ വീഡിയോയിൽ വിവരിക്കുന്നത്. ഈ വാരം സൂര്യൻ ചിങ്ങരാശിയിൽ പൂരം ഞാറ്റുവേലയിലും ചന്ദ്രൻ വെളുത്തവാവ് മുതൽ സപ്തമി വരെ ചതയം മുതൽ കാർത്തിക നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നു. ബുധനും കേതുവും ചിങ്ങരാശിയിലെ പൂരം നക്ഷത്രത്തിലും ചൊവ്വ കന്നിരാശിയിലെ ചിത്തിര നക്ഷത്രത്തിലും ശുക്രൻ കർക്കിടക രാശിയിലെ ആയില്യം നക്ഷത്രത്തിലും രാഹു ചിങ്ങൻ രാശിയിലെ പുരുരട്ടാതി നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നു. മേടം രാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യ 15 നാഴിക ചേരുന്ന 2.25 നക്ഷത്രമാണ് മേടരാശി. ഈ ആഴ്ച ഇവർക്ക് ദൈവാനുഗ്രഹം നേടാൻ പ്രാർത്ഥനയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. അതിലൂടെ തൊഴിൽ രംഗത്ത് മികച്ച അനുഭവങ്ങളും നേട്ടങ്ങളും തന്നെ ലഭിക്കും. ആലോചിച്ച പല കാര്യങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കാനും സാധിക്കുന്നു. കുടുംബജീവിതത്തിൽ ശാന്തിയും സമാധാനവും നിലനിർത്താൻ കഴിയും. എന്നാൽ ചിലവുകൾ നിയന്ത്രിക്കാനുള്ള പ്രത്യേക ജാഗ്രത ആവശ്യമാണ്. ഇടവം രാശി കാർത്തിക നക്ഷത്രത്തിന്റെ അവസാന 45 നാഴിക രോഹിണി മകേര നക്ഷത്രത്തിന്റെ ആദ്യ 30 നാഴിക ചേരുന്ന 2.25 നക്ഷത്രമാണ് ഇടവം രാശി. ഇവർക്ക് ഈ ആഴ്ച വ്യാഴത്തിന്റെ അനുകൂല സ്ഥിതി ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ തന്നെ സൃഷ്ടിക്കപ്പെടുന്നു. തൊഴിൽ രംഗത്ത് പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നു. കുടുംബജീവിതത്തിൽ സൗഹൃദപരവും സന്തോഷകരവുമായ അന്തരീക്ഷം നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയും. മിഥുനം രാശി മകേര നക്ഷത്രത്തിന്റെ അവസാന 30 നാഴിക തിരുവാതിര പുണർദം നക്ഷത്രത്തിന്റെ ആദ്യ 45 നാഴിക ചേരുന്ന 2.25 നക്ഷത്രമാണ് മിഥുന രാശി. മിഥുന രാശിക്കാർക്ക് ഈ ആഴ്ച ദൈവാനുഗ്രഹം അനുഭവപ്പെടുന്നു. കുടുംബകാര്യങ്ങളിൽ സന്തോഷകരമായ ഫലങ്ങൾ ഉണ്ടാകും. ജോലി സ്ഥലത്ത് സ്ഥിരതയും സമാധാനവും നിലനിർത്താൻ കഴിയും. കൂടുതൽ യാത്രകൾ ആവശ്യമായി വരും. സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി ദൃശ്യമാകും. ആരോഗ്യപരമായി പ്രത്യേകിച്ച് പനിയെക്കുറിച്ച് ജാഗ്രത പുലർത്തണം. കർക്കിടകം രാശി പുണർദം നക്ഷത്രത്തിന്റെ അവസാന 15 നാഴിക പൂയം ആയില്യം നക്ഷത്രം ചേരുന്ന 2.25 നക്ഷത്രമാണ് കർക്കിടക രാശി. ഈ ആഴ്ച ഇവർക്ക് ദൈവാനുഗ്രഹം കുറവാണെന്ന തോന്നൽ ഉണ്ടാകാം. എന്നാൽ ജോലി സംബന്ധമായ തടസ്സങ്ങൾ ക്രമേണ മാറും. പ്രവർത്തന രംഗത്ത് വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നില്ല. ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. ആരോഗ്യ സംബന്ധമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്നു. ചിങ്ങരാശി മകം പൂരം ഉത്രൻ നക്ഷത്രത്തിന്റെ ആദ്യ 15 നാഴിക ചേരുന്ന 2.25 നക്ഷത്രമാണ് ചിങ്ങരാശി. ഇവർക്ക് ഈ ആഴ്ച ജോലി രംഗത്തിലെ മന്ദഗതികൾ മാറിത്തുടങ്ങും. വലിയ പ്രതിസന്ധികളൊന്നും ഉണ്ടാകാതെ കാര്യങ്ങൾ സുഗമമായി മുന്നേറും. ആഴ്ചയുടെ രണ്ടാമത്തെ പകുതിയിൽ കൂടുതൽ അനുകൂല സാഹചര്യം തന്നെ പ്രതീക്ഷിക്കാം. ബിസിനസ്സുകാരിൽ വരുമാന വർധനവ് ഉണ്ടാകും. കന്നിരാശി ഉത്രൻ നക്ഷത്രത്തിന്റെ അവസാന 45 നാഴിക അത്തം ചിത്തിര നക്ഷത്രത്തിന്റെ ആദ്യ 30 നാഴിക ചേരുന്ന 2.25 നക്ഷത്രമാണ് കന്നിരാശി. ഈ ആഴ്ച കന്നിരാശിക്കാർക്ക് അനുകൂല സാഹചര്യങ്ങൾ അനുഭവപ്പെടും. ഏറ്റെടുത്ത കാര്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയും. കുടുംബജീവിതത്തിൽ ശാന്തിയും സമാധാനവും നിലനിർത്താൻ സാധിക്കുന്നു. ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ്. തുലാം രാശി ചിത്തിര നക്ഷത്രത്തിന്റെ അവസാന 30 നാഴിക ചോതി വിശാഖം നക്ഷത്രത്തിന്റെ ആദ്യ 45 നാഴിക ചേരുന്ന 2.25 നക്ഷത്രമാണ് തുലാം രാശി. ഇവർക്ക് ഈ ആഴ്ച ആരോഗ്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തണം. ജോലി രംഗത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയും വീണ്ടെടുക്കാൻ കഴിയും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിക്കാൻ സാധ്യതയേറുന്നു. വൃശ്ചിക രാശി വിശാഖ നക്ഷത്രത്തിന്റെ അവസാന 15 നാഴിക അനിഴം തൃക്കേട്ട നക്ഷത്രം ചേരുന്ന
രണ്ടേകാൽ നക്ഷത്രമാണ് വൃശ്ചിക രാശി. ഇവർക്ക് ഈ ആഴ്ച ദൈവാനുഗ്രഹം കുറവാണെന്ന് തോന്നലുണ്ടാകാം. എന്നാൽ കുടുംബജീവിതത്തിൽ സാധാരണയായി അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നു. ജോലിയും കുടുംബകാര്യങ്ങളും വലിയ പ്രതിസന്ധികളില്ലാതെ മുന്നേറും. പൊതുവായുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട സാഹചര്യം തന്നെ ഉണ്ടാകുന്നു. ധനുരാശി മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിന്റെ ആദ്യ 15 നാഴിക ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ധനുരാശി. ഇവർക്ക് കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം നേടാനാകുന്നു. ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ അനിവാര്യമാണ്. ദൈവാനുഗ്രഹത്താൽ കുടുംബജീവിതത്തിൽ ഗുണപരമായ അനുഭവങ്ങളും സന്തോഷകരമായ സാഹചര്യങ്ങളും തന്നെ പ്രതീക്ഷിക്കാം. കുടുംബജീവിതത്തിൽ ശാന്തി, സ്വസ്ഥത നിലനിർത്താൻ കഴിയുന്നു. മകരം രാശി ഉത്രാടം നക്ഷത്രത്തിന്റെ അവസാന 45 നാഴിക, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിന്റെ ആദ്യ 30 നാഴിക ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മകരരാശി. ഇവർക്ക് ഈ ആഴ്ച ദൈവാനുഗ്രഹം നേടാൻ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുന്നത് ഉചിതമായിരിക്കും. കുടുംബജീവിതത്തിൽ ശാന്തിയും സമാധാനവും നിലനിർത്താൻ കഴിയുന്നു. ജോലി സ്ഥലത്ത് പുതിയ സ്ഥാനലബ്ധിക്ക് സാധ്യതയുണ്ട്. ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ്. കുംഭം രാശി അവിട്ട നക്ഷത്രത്തിന്റെ അവസാന 30 നാഴിക, ചതയം, പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ 45 നാഴിക ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് കുംഭം രാശി. ഈ ആഴ്ച ഇവർക്ക് ജോലി സംബന്ധമായ കാര്യങ്ങളിൽ സ്വീകരിച്ച ദൗത്യങ്ങൾ പൂർത്തീകരിക്കുന്നതിൽ ചെറിയ വൈകിപ്പോക്കുകൾ അനുഭവപ്പെടുന്നു. എന്നാൽ ദൈവാനുഗ്രഹം നിലനിർത്തുന്നതിനാൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും ക്രമേണ ആശ്വാസം നേടാൻ കഴിയും. മീനം രാശി പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രം ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മീനം രാശി. ഈ ആഴ്ച ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. ചിലവുകൾ ഉയരാൻ സാധ്യതയുണ്ട്. ഇടപെടുന്ന കാര്യങ്ങളിൽ അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നു. കുടുംബജീവിതത്തിലും ജോലി സ്ഥലത്തും സമാധാനവും സ്ഥിരതയും നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയും. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ പുരോഗമിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ തന്നെ അനിവാര്യമാണ്. തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് പെട്ടെന്നെത്താൻ ഞങ്ങളുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.